എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് റിയൽമി പോക്കറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സ് ഒന്ന് നോക്കുവാണെങ്കിൽ റിയൽമി പോക്കറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറിനും അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കറിന്റെ ഫോട്ടോയും കാണാൻ സാധിക്കും. രണ്ട് സൈഡിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. പുറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് ജൂലൈ 2021 ആണ്. കൂടാതെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. എന്നാൽ ഇതിന്റെ നോർമൽ റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 1099നും ഓഫർ സമയത്ത് 999 രൂപയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ക്ലാസിക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഡെസേർട്ട് ഗ്രേ എന്ന് മറ്റൊരു കളറും ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. കൺട്രി ഓഫ് ഒറിജിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചൈന. കൂടാതെ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ റിയൽമിയുടെ ഒക്കെ തന്നെ റിയൽമി ലിങ്ക് ആപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിയൽമി ലിങ്ക് ആപ്പിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈപ്പ് സി മിനി കേബിൾ ലഭ്യമാകും, ഒരു യെല്ലോ കളറിലെ. അതിനുശേഷം ഇതേ ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ്. കൂടാതെ ഒരു യൂസർ ഗൈഡുമാണ് ലഭ്യമാകുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ ഒരു മൗസ് അല്ലെങ്കിൽ ഒരു സോപ്പ് പൊട്ടിയൊക്കെ പോലെ ഫീൽ ചെയ്യും, അത്രയ്ക്കും ചെറുതാണ്. 113 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മോർണിംഗ് വാക്കിന് അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുമ്പോഴത്തേക്ക് കയ്യിൽ ഇങ്ങനെ എന്താ പറയുക ഇതുപോലെയൊക്കെ നമ്മൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പോലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് റിയൽമി എന്നവരുടെ ലോഗോ ഉണ്ട്. കൂടാതെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതായത് സ്പീക്കർ ഗ്രിൽസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ബോഡിയാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ ആക്ച്വലി ഇതൊരു സിലിക്കൺ പോലെ ഫീൽ ചെയ്യും, എന്നാൽ അത് സിലിക്കൺ മെറ്റീരിയൽ അല്ല, ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്ക് കാണാൻ സാധിക്കും. കൂടാതെ മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ, പവർ ഓൺ ഓഫ് ബട്ടൺ, അതേപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഇടത് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ടൈപ്പ് സി പോർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇൻ കേസ് നമ്മുടെ പ്രോഡക്റ്റ് വെള്ളത്തിൽ വീണാൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ആ ഒരു വെള്ളമൊന്നും കയറി പോകാൻ ചാൻസസ് ഇല്ല. പിറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ റിയൽമി ഡെയർ ടു ലീപ്പ് എന്നും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ടാഗും ഉണ്ടെന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വിട്ടിട്ട് നടക്കാനും പോവാം. കൂടാതെ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തങ്ങ് ഇട്ടേക്കുക എന്നുള്ളതാണ്. 3 വോട്ടിൻ്റെ ഡൈനാമിക് ബേസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ 600 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് 6 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നത്. കൂടാതെ 2.5 മണിക്കൂർ വേണം ഈ ഒരു 600 mAh 100% എത്താനായിട്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX5ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിങ്ങിനൊക്കെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വേറെ ഒരു കുഴപ്പവും വരത്തില്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായി പോകാൻ ചാൻസസ് വളരെ കുറവാണെന്നുള്ളതാണ്. ഇനി റിയൽമി ലിങ്ക് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ് എന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണക്റ്റഡ് 70% ബാറ്ററി ഉണ്ട്. കൂടാതെ 3 EQ പ്രീസെറ്റ്സിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ബേസ് ബൂസ്റ്റ് പ്ലസ് ഡൈനാമിക് ബ്രൈറ്റ്, ഇതൊക്കെ തന്നെ എപ്പോഴും നമ്മുടെ മറ്റുള്ള ഡിസോയിലും റിയൽമിയുടെ മറ്റുള്ള എല്ലാ പ്രോഡക്റ്റുകളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ബേസ് ബൂസ്റ്റ് പ്ലസ് ഇടുവാണെങ്കിൽ നമുക്ക് ബേസ് കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഡൈനാമിക് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടാണ്, ബ്രൈറ്റ് ആണെങ്കിൽ ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടും. ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രൈറ്റ് ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ഔട്ട്പുട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. ഇനി ഗെയിം മോഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 88 ms ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഇവിടെയുണ്ട്. നമ്മൾ ഗെയിം മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇയർഫോൺ വെക്കാണ്ട് തന്നെ പക്ക ആ ഒരു ലോ ലേറ്റൻസിയിൽ ഗെയിമുകൾ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ സ്റ്റീരിയോ മോഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ മറ്റൊരു സ്പീക്കറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ 2 പ്രോഡക്റ്റുകളും കൂടി കണക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റീരിയോ എഫക്റ്റ് ലഭ്യമാകും. ഇനി ഒരു ബട്ടൺ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും
പോസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും, അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഓണും ഓഫും ആക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോ പവർ ഓഫ് ഉണ്ട്. അതായത് സ്റ്റോപ്പ് പ്ലേയിങ് ഓഡിയോ ഫോർ 30 മിനിറ്റ്സ് ആൻഡ് ഇറ്റ് വിൽ ഷട്ട് ഡൗൺ. നമ്മളൊരു 30 മിനിറ്റ് നമുക്ക് പാട്ട് കേട്ടിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഇത് പവർ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു റിയൽമി ലിങ്ക് ആപ്പിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ ആ ഒരു ബിൽറ്റ് ഇൻ മൈക്ക് ഉണ്ടല്ലോ, അതിന്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി പോക്കറ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. ഇനി നമ്മുടെ കയ്യിൽ മൈക്ക് ഇരിപ്പുണ്ട്, പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കോൾ വരുവാണെങ്കിൽ ഫോൺ എടുക്കാൻ പോകണ്ട, ഈ ഒരു സ്പീക്കർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിറ്റി മതിയെങ്കിൽ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ പക്ക തന്നെയാണ്, വേറെ ഒരു കുഴപ്പമില്ല. ഒരു 3 watt ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ളൊരു ലൗഡ്നെസ്സേ ഉള്ളൂ. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രോഡക്റ്റുകളുടെ 3 watt ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ലൗഡ് ആണെന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല. ബേസ് ഒക്കെ ആ ഒരു ബേസ് ബൂസ്റ്റ് മോഡ് ഇടുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ആ ഒരു ബ്രൈറ്റ് മോഡിൽ ഇട്ടപ്പോഴത്തേക്കുള്ള ഒരു ഔട്ട്പുട്ടാണ്. നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ 100% പാട്ടിട്ടാൽ മാത്രമേ കുറച്ച് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 മണിക്കൂർ എന്നുള്ളത് എന്താ പറയുക, നമുക്ക് അത്രയും കിട്ടുമോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും കുറച്ച് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാത്ത രീതിയിലുള്ള പാട്ടുകളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്നാൽ സിനിമാ പാട്ടും അതുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ പാട്ടുകളിൽ നിന്നും റൈറ്റ് മോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബേസ് ബൂസ്റ്റ് പ്ലസിൽ ഡൈനാമിക്കിലൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി പോക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on